മൂന്നാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചതോടെ UDF സീറ്റ് വിഭജനം പ്രതിസന്ധിയിൽ. ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി ആശയവിനിമയം നടത്തി. ലീഗ് നിലപാട് മയപ്പെടുത്തുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് മുസ്ലിം ലീഗ് തീരുമാനം. കൂടുതൽ സീറ്റ് ആവശ്യം നിരാകരിച്ച കോൺഗ്രസ് നിലപാടിൽ ലീഗിന് അമർഷമുണ്ട്. ഇത്തവണ കോൺഗ്രസ് സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന വികാരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. മൂന്നാം സീറ്റില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നു. വയനാട്, കണ്ണൂർ സീറ്റുകളിലാണ് ലീഗ് കണ്ണുവെച്ചത്. ഈ സീറ്റുകളിൽ ഒന്ന് വേണമെന്നാണ് ആവശ്യം. യോഗ തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ യോഗം ചുമതലപ്പെടുത്തി. അതിനിടെ PK കുഞ്ഞാലിക്കുട്ടിയുമായി പ്രതിപക്ഷ നേതാവ് ആശയവിനിമയം നടത്തി. മൂന്നാം സീറ്റ് നൽകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കോൺഗ്രസ് നേരത്തെ ലീഗിനെ അറിയിച്ചിട്ടുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് നേടുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. 16 സീറ്റിലും മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറെടുപ്പ് തുടങ്ങി. ലീഗ് നിലപാട് മയപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയവും RSPക്ക് കൊല്ലവും നൽകാൻ നേരത്തെ ധാരണയായിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം UDF ഏകോപന സമിതിയിലുണ്ടാകും. ഇന്നലെ നടത്താനിരുന്ന യോഗം നിയമസഭാ നടപടികൾ വൈകിയതോടെയാണ് മാറ്റിയത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട മുന്നണിയിൽ ആശയക്കുഴപ്പമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഉടൻ യോഗം ചേർന്ന സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.